ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയാലോ? ഇന്നത്തെ കഥയുടെ പേര് പാട്ടുകാരി, സിംഗർ. അപ്പോൾ ഈ ഒരു കഥയിലൂടെ നമുക്ക് നല്ല പോലെ ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കി എങ്ങനെ എഴുതാം, എങ്ങനെ പറയാം, നമുക്ക് ഒരു ടെൻസിൽ നിന്ന് എങ്ങനെ വേറൊരു ടെൻസിലോട്ട് മാറ്റാം, ഇതെല്ലാം നമുക്ക് ഈ ഒരു കഥയിലൂടെ പഠിക്കാം. അപ്പോൾ കഥയുടെ പേര് കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു രസകരമായ ഒരു കഥയായിരിക്കും പാട്ടുകാരി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഒരു പാവപ്പെട്ട പെൺകുട്ടി എല്ലാ ദിവസവും തെരുവിൽ പാട്ട് പാടുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലിടാന്ന് നോക്കാം. ഒരു പാവപ്പെട്ട പെൺകുട്ടി, എ പുവർ ഗേൾ. അപ്പോൾ ഇവിടെ ഒരു എന്നുള്ളതിനാണ് ഞാൻ എ യൂസ് ചെയ്തത്. പാവപ്പെട്ട പുവർ, പെൺകുട്ടി ഗേൾ, എല്ലാ ദിവസവും എവറി ഡേ, തെരുവ് സ്ട്രീറ്റ്, പാട്ട് പാടുക സിംഗ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ഈ ഒരു പെൺകുട്ടി സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാട്ട് പാടുന്നത്. അപ്പം ഒരു റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലിടാമെന്ന് നോക്കാം. ഒരു പാവപ്പെട്ട പെൺകുട്ടി എല്ലാ ദിവസവും തെരുവിൽ പാട്ട് പാടുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എ പുവർ ഗേൾ, ഒരു പാവപ്പെട്ട പെൺകുട്ടി, എ പുവർ ഗേൾ, പാട്ട് പാടുക സിംഗ്, എ പുവർ ഗേൾ സിങ്സ്. അപ്പം ഇവിടെ സിംഗ് എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക, പക്ഷെ ഞാനിവിടെ സിങ്സ് എന്നാണ് എഴുതിയത് കേട്ടോ. എസ് ആഡ് ചെയ്തിട്ടാണ് എഴുതിയത്. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞിട്ട് പറയാം. അപ്പം എ പുവർ ഗേൾ സിങ്സ് എവിടെയാണ്? ഓൺ ദ സ്ട്രീറ്റ്. അപ്പം ഓൺ ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിൽ, തെരുവിലാണ് പാട്ട് പാടുന്നത്. അപ്പം ഇവിടെ ഓൺ ദ സ്ട്രീറ്റാണ് ഞാൻ എഴുതിയത്. അത് ഞാൻ ഈ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് പറയാം എന്തുകൊണ്ട് ഓൺ യൂസ് ചെയ്തെന്ന്. പിന്നെന്താ? എവറി ഡേ, എല്ലാ ദിവസവും, എവറി ഡേ, എല്ലാ ദിവസവും. അപ്പം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയത്? എ പുവർ ഗേൾ സിങ്സ് ഓൺ ദ സ്ട്രീറ്റ് എവറി ഡേ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് എന്താ? എ പുവർ ഗേൾ ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നതാണ് സിങ്. ഞാൻ ജസ്റ്റ് മുകളിൽ എഴുതാം. അപ്പം സബ്ജക്റ്റ് എ പുവർ ഗേൾ, അപ്പം ഒറ്റ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണ് കേട്ടോ, പ്ലൂറൽ സബ്ജക്റ്റ് അല്ല, ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ വെർബ് എന്ന് പറയുന്നത് സിംഗ് എന്നും. അപ്പം എപ്പോഴും ഓർക്കും, ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസിൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്തും ആഡ് ചെയ്യാതെയും ഇരിക്കാം. പക്ഷേ ഇതിൻ്റെ ഈ എസ് ഞാൻ പറഞ്ഞു, എസ് ഓർ ഇ എസ് ആഡ് ചെയ്തും ആഡ് ചെയ്യാതെയും എഴുതാന്ന്. അതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റിനെയാണ്. എപ്പോഴും സബ്ജക്റ്റ് നോക്കുക, സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ. അപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് സിങ്ങിൻ്റെ കൂടെ, നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, എ പുവർ ഗേൾ എന്ന് പറയുന്ന ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. കാര്യം ഒറ്റ പെൺകുട്ടിയേ ഉള്ളൂ, ഒന്നിൽ കൂടുതലില്ല. ഇപ്പം അവളും അവളുടെ കൂട്ടുകാരിയും എന്നായിരുന്നെങ്കിൽ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ദേ, അല്ലെങ്കിൽ വി ഒക്കെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ പുവർ ഗേൾ, എ പുവർ ഗേൾ, ഒറ്റ പെൺകുട്ടി ഉണ്ടായതുകൊണ്ടാണ് വെർബിൻ്റെ കൂടെ ഞാൻ എസ് ആഡ് ചെയ്തത്. എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യാം നമുക്ക് സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പെതിയെ പറയുന്നത്. അപ്പം ഓർക്കുക, പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നു നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ എന്താ, പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഓൺ യൂസ് ചെയ്തത്? കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൺ ദ സ്ട്രീറ്റ്. അപ്പം ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത്, ഇപ്പം ഇവിടെ റൂമായിരുന്നു വെച്ചോ, സ്ട്രീറ്റിന് പകരം റൂമായിരുന്നെങ്കിൽ നമുക്കിവിടെ നമ്മൾ ഓൺ ദ റൂം എന്ന് പറയത്തില്ല, നമ്മൾ ഇൻ ദ റൂം എന്ന് പറയുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി. ഇവിടെ സ്ട്രീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഓൺ ദ സ്ട്രീറ്റ് എന്ന് എഴുതി. ഇപ്പോൾ റൂം ആയിരുന്നെങ്കിൽ ഇൻ ദ റൂം എന്നേ പറയുള്ളൂ. അപ്പം മനസ്സിലായല്ലോ. അപ്പം സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു പബ്ലിക് ഏരിയ അല്ലേ, അപ്പം റൂം എന്ന് പറയുമ്പോൾ ഒരു റൂമിനുള്ളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഓൺ ആൻഡ് ഇൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴേ. എവറി ഡേ എന്ന് പറഞ്ഞാൽ എന്താ? എവറി ഡേ, എല്ലാ ദിവസവും. അപ്പം നമ്മൾ എങ്ങനെ എഴുതി ഇവിടെ? എ പുവർ ഗേൾ സിങ്സ് ഓൺ ദ സ്ട്രീറ്റ് എവറി ഡേ. നെക്സ്റ്റ് പോയിന്റ്, അവൾ മനോഹരമായ പാട്ടുകൾ പാടുമായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലിടാമെന്ന് നോക്കാം. മനോഹരമായ, ബ്യൂട്ടിഫുൾ, പാട്ടുകൾ. പാട്ട് എന്നാണെങ്കിൽ നമുക്ക് സോങ് എന്ന് പറയായിരുന്നു. ഇവിടെ പാട്ടുകൾ ആയതുകൊണ്ടാണ് നമ്മൾ സോങ്സ് എന്നാണ് പറയണത്. പാടുക സിംഗ്. അപ്പോൾ ഇവിടെ പാടുമായിരുന്നു, അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയണത്. പക്ഷെ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഒരു കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ അവൾ പാട്ട് പാടുമായിരുന്നു, പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ മനോഹരമായ പാട്ടുകൾ പാടുമായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവൾ, ഷീ. അപ്പോൾ ഇനി എന്താ ഞാൻ ഓപ്ഷൻ എഴുതാം. നമ്മൾ എന്താണ് എഴുതാൻ പോണേ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഈസ് ഉണ്ട്, വേർ ഉണ്ട്, വാസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ എന്ത് സെലക്ട് ചെയ്ത് നമുക്ക് എഴുതാം നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യുക. നമുക്കിവിടെ എന്ത് എഴുതാം? അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നത് എന്താ? ഷീ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്.
ഒറ്റ ഒരാളേ ഉള്ളൂ, അത് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാൻ ഇനി നോക്കാം. അപ്പോൾ ഈസ് ഉണ്ട്, വേറുണ്ട്, വാസ് ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലായി എന്താ, പാടുമായിരുന്നു ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം ഈസ് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ, ഈസ് എപ്പോഴും നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു പാസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല ഈസ്. അപ്പോൾ അത് ഞാൻ ക്രോസ് ചെയ്തു. പിന്നുള്ളത് വേറും വാസുമാണ്. ഇനി നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റിയത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക്, ഞാൻ പറഞ്ഞു ഷീ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം വേർ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഞാനിവിടെ ക്രോസ് ചെയ്യാം. വേറും പറ്റില്ല. കാര്യം എന്താ, വേറെന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അറിയാം ഒരു വാസും വേറും നമുക്കറിയാം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്ത് എഴുതാം. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴും സബ്ജക്റ്റിനെയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നമ്മൾ നോക്കുക, എന്നിട്ടേ നമുക്ക് വാസോ വേറെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഞാൻ വേറെ എഴുതാൻ പറ്റില്ല, വേറെ ഞാൻ ക്രോസ് ചെയ്തു. അപ്പോൾ ഇനിയുള്ളത് വാസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇപ്പം പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ദേ അല്ലെങ്കിൽ വി ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ വേറെ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓർത്തിച്ചേക്കും. അപ്പോൾ ഇനി ഞാൻ എഴുതാൻ പോണത് എന്താ, ഷീയുടെ കൂടെ ഞാൻ വാസ് ആണ് യൂസ് ചെയ്യാൻ പോണത്. വാസ് ടിക്ക് ചെയ്തു ഞാനിവിടെ. ഷീ വാസ് എഴുതി. അപ്പോൾ ഇനി എന്താ, ഇവിടെ ടിക്ക് ചെയ്ത് ക്ലിയർ ആയില്ലായിരുന്നു. അപ്പം അവൾ മനോഹരമായ പാട്ടുകൾ പാടുമായിരുന്നു. ഷീ വാസ്, അപ്പം പാടുക എന്ന് വെച്ചാൽ എന്താ, സിങ്. ഷീ വാസ്, ഞാൻ സിങ് എന്ന് എഴുതി, പാടും എന്നുള്ളതിനാണ് സിങ് എന്ന് എഴുതിയത്. പാടുക, സിങ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇനി സ്ട്രക്ചർ എഴുതാൻ പോവാണ്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ട്രക്ചർ എഴുതാം. അപ്പോൾ ഇവിടെ എഴുതാം സബ്ജക്റ്റ് പ്ലസ്, ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING. ജസ്റ്റ് ഇത്രേ എഴുതുന്നുള്ളൂ, ബാലൻസ് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഷീ ആണ് ഇപ്പോൾ സബ്ജക്റ്റ്. എന്താ, ഷീ നമ്മൾ എഴുതി സബ്ജക്റ്റ്. അപ്പം ഷീ ആണ് സബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ. അപ്പോൾ ഇവിടെ വാസ് ഓർ വെയർ പറയാൻ നമ്മൾ എന്താ എഴുതി, വാസ് എഴുതി. വേറെ നമ്മൾ എഴുതിയില്ല, കട്ട് ചെയ്തു. പിന്നെ എന്താ, വെർബ് എന്ന് പറയുന്നതാണ് സിങ്. അപ്പം സിങ്ങിൻ്റെ കൂടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് വെർബ് പ്ലസ് ING. അപ്പം നമ്മളിവിടെ സിങ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് എഴുതിയത് സിംഗിങ് എന്നാക്കി. അപ്പം വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തപ്പം സിംഗിങ് എന്നായി. കണ്ടല്ലോ, ഷീ വാസ് സിംഗിങ്. അപ്പം ഇനി എന്താ, മനോഹരമായ പാട്ടുകൾ എന്നല്ലേ. അപ്പം ഇതിൻ്റെ ഈ ഒരു കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ ബ്യൂട്ടിഫുൾ സോങ്, മനോഹരമായ പാട്ടുകൾ. അപ്പം നമുക്ക് എഴുതാം ബ്യൂട്ടിഫുൾ സോങ്. ഇവിടെ സ്ഥലമുണ്ടോ, ബ്യൂട്ടിഫുൾ, മനോഹരമായ. ഷീ വാസ് സിംഗിങ് ബ്യൂട്ടിഫുൾ പാട്ടുകൾ. അപ്പം സോങ് എന്ന് വെച്ചാൽ പാട്ട് എന്നാണ്. ഇവിടെ പാട്ടുകൾ, കുറേ പാട്ടുകളുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം പാട്ടുകൾ എന്നായി. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, ഷീ വാസ് സിംഗിങ് ബ്യൂട്ടിഫുൾ സോങ്സ്. ഷീ വാസ് സിംഗിങ് ബ്യൂട്ടിഫുൾ സോങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മളിവിടെ ഓപ്ഷൻ എഴുതിയായിരുന്നു ഈസ്, വേർ, വാസ്. നമ്മളിതിൽ സെലക്ട് ചെയ്തത് എന്താ, വാസ് സെലക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റാണ് ഷീ ആണ് സബ്ജക്റ്റ്. പിന്നെന്താ, പിന്നെ വെർബ് എന്ന് പറഞ്ഞാൽ സിങ് ആണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വാസ് യൂസ് ചെയ്തു, പിന്നെ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്താണ് ഈ ഒരു സെൻറ്റൻസ് എഴുതി. ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് പാടുന്നത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, അവൾ ഷീ, തൻ്റെ കുടുംബം ഹർ ഫാമിലി, പരിപാലിക്കാൻ ടേക്ക് കെയർ, പാടുക സിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് പാടുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഷീ, അപ്പം പാടുക സിങ്. അപ്പം ഇവിടെ ഞാൻ സിങ്സ് എന്നാണ് എഴുതുന്നത്. അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഷീ സിങ്സ്, അപ്പോൾ പരിപാലിക്കുക എന്നുള്ളതിന് ഞാൻ എന്താ എഴുതാൻ പോണേ, ഷീ സിങ്സ് ടു ടേക്ക് കെയർ. ഷീ സിങ്സ് ടു ടേക്ക് കെയർ. ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക. ആരെയാണ് പരിപാലിക്കണേ, അവളുടെ ഫാമിലിയെ. അപ്പോൾ നമുക്ക് എഴുതാം ഷീ സിങ്സ് ടു ടേക്ക് കെയർ ഓഫ് ഹർ ഫാമിലി, അവളുടെ കുടുംബത്തെ. നമ്മളെങ്ങനെ നമുക്ക് ഒന്നും കൂടെ പറയാം, ഷീ സിങ്സ് ടു ടേക്ക് കെയർ ഓഫ് ഹർ ഫാമിലി, അവൾ തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് പാടുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താ എഴുതിയത്, ഇവിടെ ഞാൻ പറഞ്ഞു സിങ്ങിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു, സിങ്സ്. ഈ സിങ് എന്ന് പറയുന്നൊരു വെർബാണ്. അപ്പോൾ ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഞാൻ തൊട്ടൊന്നും പറഞ്ഞായിരുന്നു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസിൽ നമ്മൾ ഓർക്കുക, നമ്മുടെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. ഇപ്പോൾ സിംഗുലർ ആണെങ്കിൽ നമുക്ക് വെർബിൻ്റെ കൂടെ ഓർ ആഡ് ചെയ്ത് എഴുതാം.
ഇപ്പോൾ പ്ലൂറലാണെങ്കിൽ ദ സബ്ജക്റ്റ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഈസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ എസ് സിങ്ങിൻ്റെ കൂടെ എസ് ആഡ് ചെയ്ത് എഴുതിയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കൊന്നിച്ചൊന്നും കൂടെ പറയാം. ഷീ സിങ്സ് ടു ടേക്ക് കെയർ ഓഫ് ഹർ ഫാമിലി. അവൾ തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് പാടുന്നത്. ഷീ സിങ്സ് ടു ടേക്ക് കെയർ ഓഫ് ഹർ ഫാമിലി. അവൾ തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് പാടുന്നത്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കുറച്ച് പണം, സം മണി. ആവശ്യം, നീഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഉണ്ടായിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് പറയുന്നത്, ഒരു കഴിഞ്ഞു പോയൊരു കാര്യം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് എഴുതാം ഷീ. അപ്പം ഇനി ഞാൻ എന്താ എഴുതാൻ പോകണമെന്ന് നമുക്ക് ജസ്റ്റ് ഓപ്ഷനിൽ എഴുതാം. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. ഈസ്, വെയർ, വാസ്. അപ്പം നമുക്ക് എന്തെഴുതാം ഇവിടെ നിങ്ങൾ നോക്കുക. നമുക്ക് എന്തെഴുതാം? അപ്പം ഇവിടെ ഞാൻ പറയാം ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? അതിന് മുമ്പായിട്ട് നമുക്ക് ഈസ് എഴുതാൻ പറ്റില്ല. കാര്യം എന്താ? ഈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രസൻറ്റ് ഫോമിലാണ്, ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണത്. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഈസ് ഞാൻ പറ്റില്ല എന്ന് എഴുതി, ക്രോസ് ചെയ്തു. ഇനി വാസ് ഉണ്ട്, വേറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോണത് എന്താ? വാസും വേറും എപ്പോഴും നമുക്ക് പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ നമുക്കറിയാം. അപ്പം ഇവിടെ ഞാൻ എഴുതാൻ പോണത് എപ്പോഴും നോക്കുക, സബ്ജക്റ്റ് ഷീ ആണ്. ഇവിടുത്തെ ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ്, ഒറ്റ ഒരാളേ ഉള്ളൂ. പ്ലൂറൽ ഒന്നിൽ കൂടുതലുള്ളതിനെ പ്ലൂറൽ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ പ്ലൂറൽ എന്ന് പറയുമ്പോൾ ദേ, വി ഒക്കെ പ്ലൂറലാണ്. പക്ഷേ ഇവിടെ ഷീ ആയതുകൊണ്ട് ഞാൻ വേർ കട്ട് ചെയ്യാണ് കേട്ടോ. വേറെ എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ എഴുതുക? വാസ്. ഷീ വാസ്. അപ്പം അവൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഇനി എന്താ എഴുതാൻ പോണേ? ഷീ വാസ് ഇൻ നീഡ്. ഷീ വാസ് ഇൻ നീഡ് ഓഫ് കുറച്ച് പണം. കുറച്ച് പണത്തിന് ഞാൻ എന്താ എഴുതാൻ പോണേ? സം മണി. നമ്മൾ എങ്ങനെ എഴുതിയത്? ഷീ വാസ് ഇൻ നീഡ് ഓഫ് സം മണി. ഷീ വാസ് ഇൻ നീഡ് ഓഫ് സം മണി. അവൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമ്മളൊരു ഓപ്ഷൻ എഴുതി, 3 ഓപ്ഷൻ നമ്മൾ ഏത് സെലക്ട് ചെയ്ത? വാസ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. അവൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഷീ വാസ് ഇൻ നീഡ് ഓഫ് സം മണി. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വേണമെങ്കിൽ പല രീതികളിൽ എഴുതാം. അപ്പം ഇതൊരു നല്ലൊരു സെൻറ്റൻസ് ആണ്, ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. നമ്മുടെ ഒരു സ്റ്റോറിക്ക് പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ഈ ഒരു സെൻറ്റൻസ്. ഷീ വാസ് ഇൻ നീഡ് ഓഫ് സം മണി. അവൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, കുറേ പേർക്ക് അവളുടെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കുറേ പേർ, മെനി പീപ്പിൾ. അവളുടെ, ഹർ, പാട്ടുകൾ. പാട്ടെന്ന് പറഞ്ഞാൽ സോങ്. ഇവിടെ പാട്ടുകൾ എന്നാണ്ട് സോങ്സ്. ഇഷ്ടപ്പെടുക, ലൈക്ക്. ഇഷ്ടപ്പെട്ടു, ഓൾറെഡി ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യം. അപ്പോൾ നമുക്ക് ലൈക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. കുറേ പേർക്ക് അവളുടെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കുറേ പേർ, മെനി പീപ്പിൾ. അപ്പം ഇഷ്ടപ്പെടുക, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലൈക്ക്. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടു എന്നാണ്, ഓൾറെഡി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ലൈക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, ലൈക്ഡ്. മെനി പീപ്പിൾ ലൈക്ഡ് അവളുടെ പാട്ടുകൾ. അപ്പോൾ നമുക്ക് എഴുതാം ഹർ സോങ്സ്. അവളുടെ പാട്ടുകൾ, ഹർ സോങ്സ്. നമ്മൾ എങ്ങനെ എഴുതിയ? മെനി പീപ്പിൾ ലൈക്ഡ് ഹർ സോങ്സ്. മെനി പീപ്പിൾ ലൈക്ഡ് ഹർ സോങ്സ്. കുറേ പേർക്ക് അവളുടെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർ പാട്ടുകൾ ആസ്വദിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവർ, ദേ. പാട്ടുകൾ, പാട്ടെന്ന് വെച്ചാൽ സോങ്, പാട്ടുകൾ എന്നായിട്ട് സോങ്സ് എന്ന് പറയും. ആസ്വദിക്കുക, എൻജോയ്. ഇവിടെ ആസ്വദിച്ചു എന്നാണ്, ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അവർ ഓൾറെഡി ആസ്വദിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എൻജോയെ പാസ്റ്റ് ഫോമിലാക്കി എഴുതാം. അവർ പാട്ടുകൾ ആസ്വദിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അവർ, ദേ. അപ്പം ആസ്വദിക്കുക എന്ന് വെച്ചാൽ എന്താ? എൻജോയ്. അപ്പോൾ ഇവിടെ ആസ്വദിച്ചു എന്നായിട്ട് നമ്മൾ എൻജോയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, എൻജോയ്ഡ്. ദേ എൻജോയ്ഡ്. അവർ പാട്ടുകൾ ആസ്വദിച്ചു. ദേ എൻജോയ്ഡ് ദ സോങ്സ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് സോങ്സ് എഴുതിയത്? സോങ് എന്ന് എഴുതാം, പാട്ട് എന്നാണെങ്കിൽ സോങ് എന്ന് എഴുതാം. ഇവിടെ സോങ്സ് എഴുതിയത് പാട്ടുകൾ എന്നായതുകൊണ്ടാണ് കേട്ടോ. അപ്പം അവർ പാട്ടുകൾ ആസ്വദിച്ചു. ദേ എൻജോയ്ഡ് ദ സോങ്സ്. ദേ എൻജോയ്ഡ് ദ സോങ്സ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം.
നെക്സ്റ്റ് പോയിന്റ്, അവർ അവളുടെ പെട്ടിയിൽ നാണയങ്ങൾ ഇട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അവർ, ദേ, അവളുടെ, ഹർ, പെട്ടി, ബോക്സ്, നാണയം, കോയിൻ. അപ്പോൾ ഇവിടെ നാണയങ്ങൾ എന്നാണ്. ഇടുക, ഇടുക എന്ന് പറഞ്ഞാൽ പുട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർ അവളുടെ പെട്ടിയിൽ നാണയങ്ങൾ ഇട്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദേ, ദേ അവർ, പുട്ട് എന്ന് വെച്ചാൽ എന്താ? ഇടുക. ദേ പുട്ട് നാണയം, കോയിൻ. പക്ഷേ ഇവിടെ നാണയങ്ങളാണ്, കുറേ നാണയങ്ങളുണ്ട്. അപ്പം കോയിന് വരെ നമ്മൾ കോയിൻസ് എന്ന് എഴുതുന്നു. ദേ പുട്ട് കോയിൻസ്. എവിടെ ഇട്ടത്? ഇൻറ്റു, അവളുടെ പെട്ടിയിലല്ലേ ഇട്ടത്. അപ്പം ഇൻറ്റു ഹെർ ബോക്സ്. അപ്പം ഇവിടെ ഇൻറ്റു യൂസ് ചെയ്യാൻ കാരണം എന്താ? കാര്യം പെട്ടിയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇൻറ്റു യൂസ് ചെയ്ത് എഴുതുന്നത്. ദേ പുട്ട് കോയിൻസ് ഇൻറ്റു ഹെർ, എവിടെയാണ്? ബോക്സിൽ. ഇൻറ്റു ഹെർ ബോക്സ്. ദേ പുട്ട് കോയിൻസ് ഇൻറ്റു ഹെർ ബോക്സ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒന്നും കൂടെ പറയാം. അവർ അവളുടെ പെട്ടിയിൽ നാണയങ്ങൾ ഇട്ടു. ദേ പുട്ട് കോയിൻസ് ഇൻറ്റു ഹെർ ബോക്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്നത് പുട്ടിൻ്റെ 3 ഫോംസ് ആണ്. പുട്ടിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? നമുക്കിവിടെ എഴുതാം. പുട്ട്, പുട്ട്, പുട്ട്. അപ്പോൾ 3 ഫോംസും സെയിം ആണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകിച്ച് എഴുതിട്ടോ. അപ്പോൾ പുട്ടിൻ്റെ 3 ഫോംസും ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം സെയിം ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. ഇപ്പം ഇതൊരു പ്രസൻറ്റ് ഫോമിലും നമ്മൾ പുട്ടുന്നതാണ്, പാസ്റ്റ് ഫോമിലും പുട്ടുന്നത് തന്നെയാണ് എഴുതുന്നത്. ഒരു ചേഞ്ചും വരത്തില്ല. അപ്പോൾ 3 ഫോംസും സെയിം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? അവർ അവളുടെ പെട്ടിയിൽ നാണയങ്ങൾ ഇട്ടു. ദേ പുട്ട് കോയിൻസ് ഇൻറ്റു ഹെർ ബോക്സ്. ദേ പുട്ട് കോയിൻസ് ഇൻറ്റു ഹെർ ബോക്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, നാണയങ്ങൾ കൊണ്ട് അവളുടെ പെട്ടി നിറഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നാണയം, കോയിൻ, അവളുടെ പെട്ടി, ഹെർ ബോക്സ്. അപ്പോൾ നിറയ്ക്കുക. അപ്പോൾ നിറയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? ഫിൽ. ഇപ്പോൾ ഇവിടെ നിറഞ്ഞു എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നാണയങ്ങൾ കൊണ്ട് അവളുടെ പെട്ടി നിറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹെർ ബോക്സ്, അവളുടെ പെട്ടി. അപ്പം ഹെർ ബോക്സ് കഴിഞ്ഞ് നമ്മൾ എന്താ യൂസ് ചെയ്യാൻ പോണത്? ഇവിടെ ഞാൻ ഓപ്ഷനിൽ എഴുതാം. ഇവിടെ വേർ, വാസ്, ഈസ്. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ആണ്. ഈസ്. ഇവിടെ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? അപ്പം ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് മനസ്സിലായി. പെട്ടി നിറഞ്ഞു. അപ്പം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് മനസ്സിലായി ഈസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈസ് പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് വാസ് ആൻഡ് വേറെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്താ യൂസ് ചെയ്യേണ്ടത്? അപ്പം ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ ബോക്സ് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഒറ്റ ഒരു ബോക്സേ ഉള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ഒറ്റ ഒരു ബോക്സ് ഉള്ള, അപ്പോൾ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. വേറെ എപ്പോഴും നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റോടെ അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറും പറ്റില്ല. അപ്പം നമ്മളിവിടെ വാസ് ആണ് യൂസ് ചെയ്യുന്നത്. വാസ്, ഹെർ ബോക്സ് വാസ്. ഇനി എന്താ എഴുതാൻ പോണത്? ഹെർ ബോക്സ് വാസ്. അപ്പം നിറയ്ക്കുക. അപ്പം നിറയ്ക്കുക എന്നുള്ളതിന് ഞാനിവിടെ എന്താ എഴുതുക? ഇവിടെ ഓൾറെഡി നിറച്ച് കഴിഞ്ഞു. ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ഫില്ലിനെ ഫിൽഡ് ആക്കും. അപ്പം ഹെർ ബോക്സ് വാസ് ഫിൽഡ് വിത്ത്. ഇപ്പോൾ കോയിൻ എന്ന് വെച്ചാൽ നാണയം. ഇപ്പോൾ ഇവിടെ നാണയങ്ങൾ, കുറേ കോയിൻ ഉണ്ട്. അപ്പം നാണയങ്ങൾ, കോയിൻസ് എന്ന് എഴുതാം. ഹെർ ബോക്സ് വാസ് ഫിൽഡ് വിത്ത് കോയിൻസ്. നാണയങ്ങൾ കൊണ്ട് അവളുടെ പെട്ടി നിറഞ്ഞു. ഹെർ ബോക്സ് വാസ് ഫിൽഡ് വിത്ത് കോയിൻസ്. അപ്പം നമ്മളിവിടെ എന്താ നമ്മൾ പഠിച്ചു, ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് പഠിച്ചു. അപ്പോൾ ബോക്സ് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ വാസ് യൂസ് ചെയ്ത് എഴുതി. അത് മാത്രമല്ല, ഇത് ഈ ഒരു സെൻറ്റൻസേ ഒരു പാസ്റ്റ് ഫോമിലാണ് കിടക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വാസ് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. ഹെർ ബോക്സ് വാസ് ഫിൽഡ് വിത്ത് കോയിൻസ്. അവളുടെ നാണയങ്ങൾ കൊണ്ട് അവളുടെ പെട്ടി നിറഞ്ഞു. ഹെർ ബോക്സ് വാസ് ഫിൽഡ് വിത്ത് കോയിൻസ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അതിലെ ഒരു നാണയം വളരെ തിളക്കമുള്ളതായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അതിലെ ഒരു നാണയം, വൺ ഓഫ് ദ കോയിൻസ്, വളരെ, വെരി, തിളക്കമുള്ളത്, ഷൈനി. അപ്പോൾ ഇവിടെ ആയിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അതിലെ ഒരു നാണയം വളരെ തിളക്കമുള്ളതായിരുന്നു. അപ്പം നമുക്ക് എഴുതാം വൺ ഓഫ് ദ കോയിൻസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വൺ ഓഫ് ദ കോയിൻസ്? കാരണം ഇവിടെ നാണയം എന്നേ ഉള്ളൂ, നാണയങ്ങൾ എന്നില്ല. അപ്പം ഇവിടെ എനിക്ക് കോയിൻ എന്ന് മാത്രമേ എഴുതിക്കൂടെ എന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് വേണം.
അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക വൺ ഓഫ് ദ, എപ്പോഴും വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ വേർഡ് ആയിരിക്കും. അപ്പം എപ്പം നമ്മൾ പറയില്ലേ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, അല്ലാതെ വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് അല്ല നമ്മൾ പറയണേ. അതുപോലെ തന്നെ ഇവിടെ വൺ ഓഫ് ദ കോയിൻസ്, അപ്പം വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു പ്ലൂറൽ വേർഡ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്ര ഡൗട്ട് തോന്നില്ല, കൺഫ്യൂസ് ആവത്തില്ല. അപ്പം ഇനി എന്തായാലും മോനെ വൺ ഓഫ് ദ കോയിൻസ് വാസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്? ഇവിടെ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലായി, ആയിരുന്നു. അപ്പോൾ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ വാസ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാം. വൺ ഓഫ് ദ കോയിൻസ് വാസ്, വളരെ, വളരെ എന്ന് വെച്ചാൽ വെരി. ഇനി തിളങ്ങുക, തിളങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഷൈനി നമുക്ക് എഴുതാം. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? വൺ ഓഫ് ദ കോയിൻസ് വാസ് വെരി ഷൈനി. അതിലെ ഒരു നാണയം വളരെ തിളക്കമുള്ളതായിരുന്നു. വൺ ഓഫ് ദ കോയിൻസ് വാസ് വെരി ഷൈനി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് ആരോ ഉച്ചത്തിൽ പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. പെട്ടെന്ന്, സഡൻലി. ആരോ, സമ്മൺ. ഉച്ചത്തിൽ, ലൗഡ്ലി. പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമുക്ക് സേ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. പെട്ടെന്ന് ആരോ ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സഡൻലി സമ്മൺ. സഡൻലി എന്ന് വെച്ചാൽ പെട്ടെന്ന്, സഡൻലി സമ്മൺ. സമ്മൺ എന്ന് പറയുമ്പോൾ എന്താ? ആരോ. സഡൻലി സമ്മൺ. പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ നമ്മൾ സേയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ സേയുടെ പാസ്റ്റ് ഫോം എന്താണ് നമ്മൾ എഴുതാൻ പോണത്? സേയുടെ പാസ്റ്റ് ഫോം സെഡ് ആണ് നമ്മളിവിടെ എഴുതാൻ പോണത്. അപ്പം സഡൻലി സമ്മൺ. അപ്പം എന്താ എഴുതാൻ പോണത്? സെഡ്. പറഞ്ഞു, പറയുക എന്ന് വെച്ചാൽ സേ. ഇവിടെ പറഞ്ഞു എന്നായതുകൊണ്ട് സെഡ് എഴുതി. സഡൻലി സമ്മൺ സെഡ്. എങ്ങനെയാ? ഉച്ചത്തിൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഉച്ചത്തിൽ, ലൗഡ്ലി. സഡൻലി സമ്മൺ സെഡ് ലൗഡ്ലി. പെട്ടെന്ന് ആരോ ഉച്ചത്തിൽ പറഞ്ഞു. സഡൻലി സമ്മൺ സെഡ് ലൗഡ്ലി. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആ തിളങ്ങുന്ന നാണയം ഞാനാണ് പെട്ടിയിലിട്ടത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. തിളങ്ങുക, ഷൈനി. നാണയം, കോയിൻ. ഞാനാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പറയാം? ഐ ആം ദ വൺ. പെട്ടി, ബോക്സ്. ഇടുക, പുട്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആ തിളങ്ങുന്ന നാണയം ഞാനാണ് പെട്ടിയിലിട്ടത്. അപ്പം നമുക്ക് എഴുതാം ഐ ആം ദ വൺ. അപ്പം ഐ ആം ദ വൺ, ഞാനാണ്. ഹൂ പുട്ട്. അപ്പോൾ പുട്ടെന്ന് വെച്ചാൽ എന്താ? ഇടുക. ഹൂ പുട്ട് ദാറ്റ്. തിളങ്ങുന്ന എന്നുള്ളതിനാണ് ഞാനിവിടെ ഷൈനി എന്ന് എഴുതിയത്. തിളങ്ങുന്ന നാണയം. അപ്പം ഷൈനി കോയിൻ എവിടെയാ? ഇൻ ദ ബോക്സ്. ബോക്സിനുള്ളിൽ എന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ എഴുതിയത്. ഇൻ ദ ബോക്സ്. ബോക്സിൻ്റെ പുറത്തായിരുന്നു നമുക്ക് ഓൺ ദ ബോക്സ് എഴുതായിരുന്നു. ഇവിടെ ഇൻ, ബോക്സിനുള്ളിലല്ല നമ്മൾ നാണയം ഇട്ടത്. അപ്പം നമ്മൾ ഇൻ യൂസ് ചെയ്താണ് എഴുതിയത്. ഇൻ ദ ബോക്സ്. നമ്മൾ എങ്ങനെ എഴുതിയത്? ഐ ആം ദ വൺ ഹു പുട്ട് ദാറ്റ് ഷൈനി കോയിൻ ഇൻ ദ ബോക്സ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുള്ളത് എന്താ? ഇവിടെ പുട്ട്. ഈ പുട്ടെന്ന് വെച്ചാൽ എന്താ? ഇടുക. അപ്പം ഇവിടെ ഇട്ടത് എന്നാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് പുട്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതാഞ്ഞത്? കാര്യം എന്താ? പുട്ടിൻ്റെ 3 ഫോംസും സെയിം ആണ്. നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ്. പുട്ടിൻ്റെ പ്രസൻറ്റ് ഫോമും പാസ്റ്റ് ഫോമും എല്ലാം സെയിം ആണ്. പുട്ടിൻ്റെ 3 ഫോംസും സെയിം ആണ്. ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. അപ്പോൾ പുട്ടിൻ്റെ 3 ഫോംസ് ആണ്. പുട്ട്. അപ്പോൾ അതുകൊണ്ട് പുട്ടിന് ഒരു ചേഞ്ചും വരത്തില്ല. അപ്പം പാസ്റ്റ് ഫോം ആണെങ്കിലും പുട്ടാണ്, പ്രസൻറ്റ് ഫോം ആണെങ്കിലും പുട്ടാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത് ഐ ആം ദ വൺ ഹൂ പുട്ട് ദാറ്റ് ഷൈനി കോയിൻ ഇൻ ദ ബോക്സ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇൻ ദ ബോക്സ് വന്നതെന്നും പറഞ്ഞു? ബോക്സിനുള്ളിൽ. അപ്പം ബോക്സിന് പുറത്തായിരുന്നു നമുക്ക് ഓൺ ദ ബോക്സ് എഴുതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻ യൂസ് ചെയ്തത്. ബോക്സിനുള്ളിലാണ് കോയിൻ ഇട്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയെന്ന് ഒന്നും കൂടെ വായിക്കാം. ആ തിളങ്ങുന്ന നാണയം ഞാനാണ് പെട്ടിയിലിട്ടത്. ഐ ആം ദ വൺ ഹൂ പുട്ട് ദാറ്റ് ഷൈനി കോയിൻ ഇൻ ദ ബോക്സ്. ഐ ആം ദ വൺ ഹൂ പുട്ട് ദാറ്റ് ഷൈനി കോയിൻ ഇൻ ദ ബോക്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ കുറേ നേരം അവനെ തിരഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. കുറേ നേരം, ലോങ് ടൈം. തിരയുക, സെർച്ച്. അപ്പോൾ അവനെ തിരഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം സെർച്ച്ഡ് ഫോർ ഹിം എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എഴുതാം ലുക്ക്ഡ് ഫോർ ഹിം എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ കുറേ നേരം അവനെ തിരഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ലുക്ക്ഡ് ഫോർ ഹിം. അപ്പോൾ ഇത് ലുക്ക്ഡ് ആണ്, കെ ആണ് കേട്ടോ. ഷീ ലുക്ക്ഡ് ഫോർ ഹിം ഫോർ എ
കുറേ നേരം എന്നുള്ളതിന് ഇവിടെ ലോങ് ടൈം എന്ന് എഴുതി. ഷീ ലുക്ക് ഫോർ ഹിം ഫോർ എ ലോങ് ടൈം. അവൾ കുറേ നേരം അവനെ തിരഞ്ഞു. ഷീ ലുക്ക് ഫോർ ഹിം ഫോർ എ ലോങ് ടൈം. അപ്പം ഇവിടെ തിരയുക എന്ന് വെച്ചാൽ സെർച്ചാണ്, അല്ലെങ്കിൽ നമുക്ക് തിരയുക എന്ന് പറഞ്ഞാൽ സെർച്ചാണ്. അപ്പോൾ അവനെ തിരഞ്ഞു എന്നുള്ളതിനാണ് നമുക്ക് എങ്ങനെ എഴുതാം, ഷീ ലുക്ക് ഫോർ ഹിം. നമ്മൾ ഇവിടെ എഴുതിയത് എങ്ങനെ, ഷീ ലുക്ക് ഫോർ ഹിം ഫോർ എ ലോങ് ടൈം. പക്ഷെ നമുക്ക് ഷീ സെർച്ച്ഡ് ഫോർ ഹിം ഫോർ എ ലോങ് ടൈം എന്ന് എഴുതാം. അപ്പം അതിലും ഒരു കുറച്ചും കൂടെ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തോന്നുന്നത് ഇതാണ്, ഷീ ലുക്ക് ഫോർ ഹിം ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും തിരയുക എന്നുള്ളപ്പോൾ എന്തുകൊണ്ട് സെർച്ച് എഴുതിയില്ല, നമുക്ക് അങ്ങനെ എഴുതാം. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് ഷീ സെർച്ച്ഡ് ഫോർ ഹിം ഫോർ എ ലോങ് ടൈം അങ്ങനെയും എഴുതാം. ഷീ ലുക്ക്ഡ് ഫോർ ഹിം ഫോർ എ ലോങ് ടൈം അങ്ങനെയും എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് മാത്രമല്ല, നമുക്ക് വേറെ പല രീതികൾ നമുക്ക് എഴുതാൻ പറ്റും. ഇംഗ്ലീഷിൽ നമുക്ക് പല രീതികളിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് എഴുതാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്, അവൾ കുറേ നേരം അവനെ തിരഞ്ഞു. ഷീ ലുക്ക്ഡ് ഫോർ ഹിം ഫോർ എ ലോങ് ടൈം. ഷീ ലുക്ക്ഡ് ഫോർ ഹിം ഫോർ എ ലോങ് ടൈം. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പക്ഷേ അവൾക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, പക്ഷേ ബട്ട്. അവൾക്ക് അയാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ഫൈൻഡ്. കഴിഞ്ഞില്ല. അപ്പോൾ കഴിയും എന്നിങ്ങനെ നമ്മൾ പറയാം ഇംഗ്ലീഷിൽ, ക്യാൻ. അപ്പം ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും. എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഐ കാൺ ഡു ഇറ്റ്. അപ്പം ഇവിടെ കഴിഞ്ഞില്ല എന്നാണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ഫോമിലാണ് കിടക്കുന്നത്, ഒരു കഴിഞ്ഞു പോയ ഒരു കാര്യത്തിലാണ് കിടക്കുന്നത്. പക്ഷേ അവൾക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പക്ഷേ ബട്ട് ഷീ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കഴിയും എന്ന് വെച്ചാൽ എന്താ, ക്യാൻ, കഴിയും. അപ്പം കഴിയില്ല എന്ന പ്രസൻറ്റ് ഫോമാണ് ഞാൻ പറയണേ, കാൺട്ട്. അപ്പോൾ ഇത് രണ്ടും പ്രസൻറ്റ് ഫോമാണ്, ക്യാനും കാൺട്ടും പ്രസൻറ്റ് ഫോമാണ്. ക്യാൻ കഴിയും, കാൺട്ട് കഴിയില്ല. അപ്പം ഇവിടെ ഞാൻ ഈ ക്യാനിനെ, അപ്പം ക്യാനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കുമ്പോൾ കുഡ് ആവും. അതുപോലെ കാൺട്ടിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കും, കുഡിൻറ്റ് ആവും, കുഡിൻറ്റ്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് എഴുതാൻ പോണത്, അവൾക്ക് കഴിഞ്ഞില്ല എന്നല്ലേ. അപ്പം ബട്ട് ഷീ, ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ബട്ട് ഷീ കഴിഞ്ഞില്ല. അപ്പം ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ബട്ട് ഷീ കുഡിൻറ്റ്. ഇത് റബ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കുഡാണെന്ന്. ജസ്റ്റ് ഒന്ന് ഇവിടെ റബ്ബ് ചെയ്തിട്ട് എഴുതാം. ബട്ട് ഷീ കുഡിൻറ്റ്. അപ്പോൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ഫൈൻഡ്. ഇവിടെ കണ്ടെത്തിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുഡിൻറ്റ് യൂസ് ചെയ്ത്. ബട്ട് ഷീ കുഡിൻറ്റ് ഫൈൻഡ് കണ്ടെത്തുക. അപ്പം കണ്ടെത്തുക ആരെ, അയാളെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹിം യൂസ് ചെയ്ത്, ഹിം. നമ്മൾ എങ്ങനെ എഴുതിയ, ബട്ട് ഷീ കുഡിൻറ്റ് ഫൈൻഡ് ഹിം. പക്ഷേ അവൾക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബട്ട് ഷീ കുഡിൻറ്റ് ഫൈൻഡ് ഹിം. പക്ഷേ അവൾക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബട്ട് ഷീ കുഡിൻറ്റ് ഫൈൻഡ് ഹിം. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻ എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് കുഡ് ആക്കിയിട്ടാണ് എഴുതിയത്. നെക്സ്റ്റ് പോയിന്റ്, അവൾ നാണയങ്ങൾ നിറഞ്ഞ തൻ്റെ പെട്ടിയുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഷീ, നാണയങ്ങൾ, കോയിൻസ്. കോയിൻ എന്ന് വെച്ചാൽ നാണയം, ഇവിടെ നാണയങ്ങളായതുകൊണ്ട് കോയിൻസ്. നാണയങ്ങൾ നിറഞ്ഞ തൻ്റെ പെട്ടിയുമായി. നമുക്ക് എങ്ങനെ പറയാം, വിത്ത് ഹർ ബോക്സ് ഫുൾ ഓഫ് കോയിൻസ്. വിത്ത് ഹർ ബോക്സ് ഫുൾ ഓഫ് കോയിൻസ്. സന്തോഷം, ഹാപ്പി. വീട്ടിലേക്ക് പോവുക എന്ന് വെച്ചാൽ ഗോ എന്നാണ്. അപ്പോൾ നമുക്ക് പോയി എന്നാകുമ്പം ഇതൊരു കഴിഞ്ഞു പോയ കാര്യം മനസ്സിലായി, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഗോയെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതണം. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ നാണയങ്ങൾ നിറഞ്ഞ തൻ്റെ പെട്ടിയുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അപ്പം നമുക്ക് എഴുതാം ഷീ. അപ്പം പോവുക എന്ന് വെച്ചാൽ എന്താ, ഗോയാണ്. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോം എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓൾറെഡി പഠിച്ചതാണ്, ഒന്നും കൂടെ എഴുതാം. ഗോയുടെ പാസ്റ്റ് ഫോം ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മളിതിൽ 3 ഫോംസ് പഠിച്ചു, ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മൾ ഏത് ഫോമാണ് എഴുതാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ഗോ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്, അത് നമുക്ക് എഴുതാൻ പറ്റില്ല, പോവുക എന്നാണ്. അപ്പം നമുക്ക് പറ്റില്ല എഴുതാൻ. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോണും അല്ല, വെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഗോൺ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്, നമ്മൾ പറയത്തില്ല ഹാവ് ഗോൺ, പോയിട്ടുണ്ട്. അപ്പം വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യണ വെൻറ്റാണ്. അപ്പം ഷീ വെൻറ്റ് എവിടെയാണ് പോയത്, വീട്ടിലോട്ട്. ഷീ വെൻറ്റ് ഹോം. സന്തോഷത്തോടെ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, ഹാപ്പിലി.
സന്തോഷം ഹാപ്പി എന്നാണ്. ഇവിടെ സന്തോഷത്തോടെ എന്നാണ്, നമുക്കിവിടെ ഹാപ്പിലി എന്ന് എഴുതി. ഷീ വെൻറ്റ് ഹോം ഹാപ്പിലി. എങ്ങനെയാണ് പോയത്? വിത്ത് നിറഞ്ഞ തൻ്റെ പെട്ടിയുമായി. വിത്ത് ഹർ ബോക്സ് നാണയങ്ങൾ നിറഞ്ഞ, കേട്ടോ, നാണയങ്ങൾ നിറഞ്ഞ തൻ്റെ പെട്ടിയുമായിട്ടാണ്. വിത്ത് ഹർ ബോക്സ് ഫുൾ ഓഫ് കോയിൻസ്. അപ്പം നമ്മളെങ്ങനെയാണ് എഴുതിയത്? ഷീ വെൻറ്റ് ഹോം ഹാപ്പിലി വിത്ത് ഹർ ബോക്സ് ഫുൾ ഓഫ് കോയിൻസ്. അവൾ നാണയങ്ങൾ നിറഞ്ഞ തൻ്റെ പെട്ടിയുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചു ഗോയുടെ 3 ഫോംസ്: ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഇവിടെ നമ്മൾ വെൻറ്റ് യൂസ് ചെയ്തെന്ന് എഴുതിയത് പോവുക എന്ന് വെച്ചാൽ ഗോ, പോയി എന്നാകുമ്പോൾ നമ്മൾ വെൻറ്റാണ് യൂസ് ചെയ്തത്, ഗോൺ അല്ല. അപ്പോൾ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്ത് എഴുതിയത്. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. അവൾ നാണയങ്ങൾ നിറഞ്ഞ തൻ്റെ പെട്ടിയുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഷീ വെൻറ്റ് ഹോം ഹാപ്പിലി വിത്ത് ഹർ ബോക്സ് ഫുൾ ഓഫ് കോയിൻസ്. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് സിമ്പിളായിട്ട് ഒരു സിമ്പിൾ സെൻറ്റൻസിൽ കൂടിയും സിമ്പിൾ വേർഡ്സിൽ കൂടിയും നമുക്ക് എങ്ങനെ പഠിക്കാം, എങ്ങനെ എഴുതാം, എങ്ങനെ പറയാൻ പഠിക്കാം, എങ്ങനെ എഴുതാൻ പഠിക്കാം. അതാണ് നമ്മൾ ഈ ഒരു കഥയിലൂടെ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.